Welcome back to the class of English. Today we are going to discussing about the second unit, words and deeds. In this unit, we are mainly discussing about the importance of words and deeds. Deeds must be the execution of words. വാക്കുകളുടെ എക്സിക്യൂഷനെയാണ് നമ്മൾ ഡീഡ്സ് എന്ന് വിളിക്കുന്നത്. മഹാത്മാഗാന്ധി, father of our nation, was true to his words in his deeds. His life was in fact his message. വാക്കുകൾ കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി, നമ്മുടെ ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം വേർഡ്സിലും ഡീഡ്സിലും ഒരേപോലെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹത്തിന്റെ മെസ്സേജ് ആണ് എന്ന് പറയാനുള്ള കാരണം. ലുക്ക് ഹിയർ, ഇൻ 1939 ആൽബർട്ട് ഐൻസ്റ്റീൻ wrote thus about Mahatma Gandhi on his 17th birthday. What was his assessment about Gandhi? According to Einstein, Mahatma Gandhi, a leader of his people, unsupported by any outward authorities, a politician whose success rests not upon craftsmanship nor the mastery of technical devices, but simply on the convincing power of his personality. He was a ferocious fighter who has always scorned about the use of forces. He was the man of wisdom and humility, armed with resolve and inflexible consistency, who has devoted all his strength to the upliftment of his people and the betterment of their a lot of. A man who has confronted the brutality of Europe with the dignity of simple human being, and thus at all times he risen the superior. Albert Einstein again quoted thus: generation to come, it may be, will scarce believe that such a man on this ever in flesh and blood walked upon the earth. ഐൻസ്റ്റീന്റെ അസസ്മെന്റ് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. എ ലീഡർ ഓഫ് ദ പീപ്പിൾ ഹു അൺസപ്പോർട്ടഡ് ബൈ എനി ഔട്ട്വേർഡ് അതോറിറ്റി. ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തിലെ ജനങ്ങളുടെ ലീഡർ ആയിരുന്നു ഗാന്ധി. ബട്ട് ഹു ഹാസ് നോ സപ്പോർട്ട് ഫ്രം ഔട്ട്വേർഡ് അതോറിറ്റി. മറ്റൊരു നേഷന്റെയോ മറ്റൊരു ഗ്രൂപ്പിന്റെയോ ആരുടെയും സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. He was a politician whose success rests upon the craft or the mastery of technical device. അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു? അദ്ദേഹം ഒരു കണ്ണിങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിരുന്നു. പക്ഷെ എങ്ങനെയുള്ള പൊളിറ്റീഷ്യനാണ്? Whose success not upon rest not upon the craftsmanship or the mastery of technical device. ഒരു ടെക്നിക്കൽ ഡിവൈസും യൂസ് ചെയ്തിട്ടല്ല അദ്ദേഹം വിജയം നേടിയെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ആയുധം ഉപയോഗിച്ചിട്ടില്ല. Then what was his power? His simple power. അദ്ദേഹത്തിന്റെ ആ പവർ എന്തായിരുന്നു? വളരെ ലളിതമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കൺവിൻസിങ് പവർ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതാണ് ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരുന്ന
അല്ലെങ്കിൽ ലീഡർക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്ന ഹു വാസ് എ വിക്ടോറിയസ് ഫൈറ്റർ. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് നേടിത്തന്ന അദ്ദേഹം ഒരു വിക്ടോറിയസ് ഫൈറ്റർ ആണ്. പക്ഷേ ഹു ആൾവേസ് സ്കോൺഡ് ദ യൂസ് ഓഫ് ഫോഴ്സസ്. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്, ശക്തി ബലം ഉപയോഗിക്കുന്നതിന്, അക്രമം ഉപയോഗിക്കുന്നതിനെയൊക്കെ സ്കോൺ ചെയ്തിട്ടുള്ള, എക്കാലത്തും പുച്ഛിച്ചിട്ടുള്ള, അതിനൊക്കെ സ്കോണോടുകൂടി പുച്ഛഭാവത്തിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹി വാസ് എ മാൻ ഓഫ് വിസ്ഡം ആൻഡ് ഹ്യൂമിലിറ്റി. മനുഷ്യത്വമുള്ള, കരുണയുള്ള, കെയറുള്ള, അതേസമയം വിസ്ഡം, വിവേകബുദ്ധിയുള്ള മഹാനായ ഒരു മനുഷ്യനായിരുന്നു. ആംഡ് വിത്ത് റിസോൾട്ട്സ് ഇൻ ഫ്ലെക്സിബിൾ കൺസിസ്റ്റൻസി. അദ്ദേഹത്തിന്റെ ആയുധം എന്തായിരുന്നു? എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. പിന്നെയോ ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻസി, സ്ഥിരതയുണ്ടായിരുന്നു. ആ സ്ഥിരത ഒരിക്കലും ഒന്നിന്റെ മുമ്പിലും മുട്ടുമടക്കുന്നതായിരുന്നില്ല. ഒരിക്കലും എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിറകോട്ട് പോവുമായിരുന്നില്ല. ഉറച്ചു നിൽക്കുന്നവനായിരുന്നു ഗാന്ധി. Who has devoted his life for the upliftment of his people. അദ്ദേഹം തന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്, ഡിവോട്ട് ചെയ്തിരിക്കുകയാണ്. ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഹിസ് പീപ്പിൾ, ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഹിസ് സിറ്റിസൺസ്. സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം ജീവിതം എന്ത് ചെയ്തിരുന്നു? മാറ്റിവെച്ചിരുന്നു. എ മാൻ ഹു ഹാസ് കൺഫ്രോണ്ടഡ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് ദ യൂറോപ്പ്. യൂറോപ്പിന്റെ മുഴുവൻ ആ തിന്മ, ക്രൂരത, പൈശാചികത അത് നേരിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ ശരീരത്ത് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷെ ആ ബ്രിട്ടീഷ് ഫോഴ്സിനെ, ആ ബ്രിട്ടീഷുകാരുടെ ക്രൂരതയെ, ആ ക്രൂവൽറ്റിയെ അദ്ദേഹം നേരിട്ടത്, ഫേസ് ചെയ്തത് വിത്ത് ദ ഡിഗ്നിറ്റി. അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി, മാന്യതയോടുകൂടി, ജസ്റ്റ് ആസ് എ ഹ്യൂമൻ ബീയിങ്, വെറും ഒരു മനുഷ്യനായിക്കൊണ്ട് മാത്രമാണ്. അല്ലാതെ ആയുധമെടുക്കുകയോ ബഹളം വയ്ക്കുകയോ ആക്രോശിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യാതെയായിരുന്നു. ദസ് ഇപ്രകാരമായതുകൊണ്ടാണ് ഗാന്ധി വാസ് റൈസ് ആസ് സുപ്പീരിയർ ഇൻ ഓൾ ടൈം. ചരിത്രത്തിൽ എല്ലായിടത്തും നോക്കിയാലും ഗാന്ധിയോളം ഉന്നതിയിലെത്തി നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുകയില്ല. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ തങ്ങളുടെ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ച വ്യക്തി, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ നിയമനിർമ്മാണ സഭകൾക്ക് മുമ്പിലുള്ള ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രതിമയുണ്ടെങ്കിൽ അത് മഹാത്മാഗാന്ധിയുടേതായിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹാനായ ആ ശാസ്ത്രജ്ഞൻ തന്റെ വാക്കുകൾ ഗാന്ധിയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദേ വർ കണ്ടംപററീസ്. ഇവർ സമകാലികരാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ദ ജനറേഷൻ ടു കംസ്, it may be they will scare to believe such a man with flesh and blood walk upon this earth to live upon this earth. ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ, രക്തവും മാംസവുമുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ മടിക്കുന്ന ഒരു തലമുറ വന്നേക്കും. ഇനി കാലങ്ങൾ കുറെ കഴിഞ്ഞു പോകുമ്പോൾ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ മടിക്കുന്ന തലമുറകൾ ഉണ്ടാവും. ഗാന്ധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതിലൊക്കെ കുറെ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ തള്ളല്ലേ എന്ന് ചോദിക്കും. കുറെ തള്ള് ഇതിലില്ലേ, ഇത്രയ്ക്കൊന്നും ഉണ്ടായിരിക്കില്ല ഗാന്ധി എന്ന് നമ്മൾ കരുതും. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു തലമുറ വരുമെന്ന് ഗാന്ധിയുടെ സമകാലികനായിരുന്ന ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നു. അവർക്കറിയാം എന്താണ് ഗാന്ധി എന്ന്. ലെറ്റ്സ് മൂവ് ടു അവർ ചാപ്റ്റർ. ആൻഡ് ദെൻ ഗാന്ധി കെയിം ബൈ ജവഹർലാൽ നെഹ്റു. Nehru writes about the timely arrival of Gandhi to Indian politics in his book, The Discovery of India. He emphasizes the dynamic leadership of Gandhi. He describes Gandhiji as a beam of light that removes the darkness. Nehru thus makes the right assessment of Gandhiji in his book, The Discovery of India. ജവഹർലാൽ നെഹ്റു തൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലൂടെ ഗാന്ധിജിയുടെ
ഇന്ത്യൻ പൊളിറ്റിക്സിലേക്കുള്ള ആ എൻട്രി, ആ അറൈവൽ ഒരു ടൈംലി അറൈവൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ലീഡറെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഗാന്ധിയുടെ പൊളിറ്റിക്സിലേക്കുള്ള ആ രംഗപ്രവേശനം എന്നത്. നെഹ്റു ഇവിടെ ഗാന്ധിയുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്കുള്ള എൻട്രിയെ നന്നായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. അത് എന്തുമായിട്ടാണ്? ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ടാണ്. ഗാന്ധി ഒരു ബീം ഓഫ് ലൈറ്റ് പോലെയാണ്, ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശനാളം പോലെയായിരുന്നു ഗാന്ധി എന്നാണ് നെഹ്റു പറയുന്നത്. നെഹ്റുവിന്റെ വളരെ അനുയോജ്യമായ ഒരു അസസ്മെന്റ് തന്നെയായിരുന്നു അത്. എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. വേൾഡ് വാർ ഫസ്റ്റ് ended at last, and the peace, instead of bringing us relief and progress, brought us a repressive legislation and martial law in the Punjab. A bitter sense of humiliation and passionate anger filled our people. We had become a derelict nation. വേൾഡ് വാർ ഫസ്റ്റ് എൻഡ് ചെയ്തപ്പോൾ ഈ വേൾഡ് വാറിൽ ബ്രിട്ടൻ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരുന്നു ഇതിനുശേഷം ഇന്ത്യയെ സ്വതന്ത്രമാക്കാമെന്ന്. ബട്ട് വി ഗെറ്റ് ഓൺലി റിപ്രസീവ് ലോസ് ഇൻസ്റ്റെഡ് ഓഫ് പീസ് ആൻഡ് പ്രോഗ്രസ്. സമാധാനത്തിനും പുരോഗതിക്കും നമുക്ക് ലഭിച്ചത് പകരമായിട്ട് അടിച്ചമർത്തപ്പെടുന്ന നിയമങ്ങളും സായുധ നിയമങ്ങളുമായിരുന്നു, പ്രത്യേകിച്ചും പഞ്ചാബിൽ. ദ ബിറ്റർ സെൻസ് ഫീൽഡ് ഇൻ അവർ പീപ്പിൾ. നമ്മുടെ ജനങ്ങളുടെ ഉള്ളില്, എല്ലാവരുടെ ഉള്ളിലും ദേഷ്യവും സങ്കടവും എല്ലാം വന്നു നിറഞ്ഞു. വി ബിക്കം ദ ഡെർലിക്റ്റ് നേഷൻസ്. ഇന്ത്യ ബിക്കം ഡെർലിക്റ്റ് നേഷൻ means no one ready to protect our country, no one ready to take a leadership for our country. Yet what could we do? How to change the vicious progress? We seemed to be helpless in the grip of some all-powerful monster. Our limbs are paralyzed, our minds deadened. What could we do? We wanted to change this process. What could we do? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു അവസ്ഥ മാറണം. We are in the hands, in the grip of a powerful monster. ഒരു പവർഫുൾ മോൺസ്റ്ററിന്റെ ഗ്രിപ്പില് കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മൾ. The all powerful monster mean by the British imperialism. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മള്. അവർ ലിംസ് ആർ പാരലൈസ്ഡ്, അവർ മൈൻഡ്സ് ആർ ഡെഡൻഡ്. നമ്മുടെ മനസ്സും ശരീരമൊക്കെ തളർന്നു പോയി കഴിഞ്ഞു. ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ കട്ട് ഓഫ് ഫ്രം ദെയർ ലാൻഡ്സ്, incapable, they were incapable of any kind of work, manual or technical work. They joined the swelling army of unemployed. The unemployment will become growing. The people are cut off from their lands. ജനങ്ങൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. സ്വത്തവകാശ നിയമങ്ങള്, പലതരത്തിലുള്ള നിയമങ്ങള് രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടു. ജനങ്ങള് അവരുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ രാജ്യത്ത് അലഞ്ഞു തിരിയുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ജോലിയില്ലാത്ത പട്ടിണിയിലായ ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. പീപ്പിൾ വിൽ ബിക്കം ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ്. ദേ സാങ്ക് എവർ ഡീപ്പ് ഇൻ ടു ദ മോസ്. സഫറിങ്സ്, പാങ്, അല്ലെ, മാനസിക വേദനയുടെ, ദുരിതത്തിന്റെ, ആ കഷ്ടപ്പാടിന്റെ ആ ഡീപ്പ്, ആ ആഴങ്ങളിലേക്ക്, ആ ഗർത്തങ്ങളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തു? സാങ്ക്, മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്നു. They were helpless and hopeless. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു മനുഷ്യർക്ക്. അവരെ സഹായിക്കാൻ ആരും ഇല്ലാതായി മാറി. They did not know where to look, for neither old or new offered them any hope.
Nobody offered them a hope. ആരും അവർക്ക് പ്രതീക്ഷകൾ വാഗ്ദാനം ചെയ്തില്ല. അവരെ ലീഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ സഫറിങ്സ് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് ഭരണാധികാരികൾ പഴയതോ പുതിയതോ ആവട്ടെ, പഴയ സാമ്രാജ്യ ശക്തികളാവട്ടെ, ഇപ്പോഴത്തെ സാമ്രാജ്യ ശക്തികളാവട്ടെ, പഴയ നാട്ടുരാജാക്കന്മാരാവട്ടെ, ഇപ്പോഴത്തെ ബ്രിട്ടീഷ് ശക്തികളാവട്ടെ, ആർക്കും ജനങ്ങളെ സഹായിക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ആരിൽ നിന്നും ജനങ്ങൾക്ക് സഹായം ലഭിച്ചില്ല. വാട്ട് കുഡ് വി ഡു? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഇൻ ദ ക്വാഗ്മയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം? Nor of the few years, excitement and agony and suspenses, but for a long generation of our people had offered their blood and toil, tears and sweat, and this process had been eaten its way deep into the body and soul of India, poisoning every aspect of our life. Nehru asked us, how could we pull out India from such a defeatism and poverty? ഇത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന് എങ്ങനെ ഇന്ത്യയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? ഇറ്റ്സ് നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് പ്രോസസ്. കുറച്ചു വർഷത്തെ പ്രക്രിയയല്ല ഇത്. ഫോർ എ ലോങ് ജനറേഷൻ, ഒരു വലിയ തലമുറ, 3-4 തലമുറകൾ അവരുടെ ബ്ലഡും അവരുടെ ടോയിലും, രക്തവും കഠിനാധ്വാനവും, അവരുടെ ടിയേഴ്സും അവരുടെ സ്വെറ്റും, അവരുടെ കണ്ണുനീരും അവരുടെ വിയർപ്പും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചിലവഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദിസ് പ്രോസസ് ഈറ്റൺ അപ്പ് ദ വേ ഡീപ്പ് ഇൻ ടു ദ സോൾ ആൻഡ് ബോഡി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആത്മാവിനെയും ശരീരത്തെയും ഈ പ്രക്രിയ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് പോയിസണിങ് എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. ഇന്ത്യൻ ജനതയുടെ എല്ലാ തലങ്ങളും എല്ലാ സ്റ്റേറ്റുകളും ഇത് പോയിസണൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്കൽ ആക്ടിവിറ്റി നടക്കുകയില്ല. നമുക്കറിയാം, കാര്യം രാജ്യം ഒരു സിവിൽ വാറിലാണ്. അതുമാത്രമല്ല, എഡ്യൂക്കേഷൻ നടക്കുകയില്ല. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ വാരിയേഴ്സ് ആയി മാറുകയാണ്. ഇൻ സച്ച് എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് then Gandhi came. He was like a powerful current of fresh air that made us stretch ourselves and to take a deep breath. He was like a beam of light that pierced the darkness. It removed the scales from our eyes. He was like a whirlwind that upset many things, but most of all working people's minds. He did not descend from the top. He seemed to emerge from the millions of India, speaking their language. ഗാന്ധിയൻ അറൈവലിനെ നെഹ്റു എത്തരത്തിലാണ് കമ്പയർ ചെയ്യുന്നു നോക്കൂ. ധാരാളം സിമിലീസ് നെഹ്റു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹി ഗെയിം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിൽ എത്തുന്നത്. ഗാന്ധി വാസ് ജസ്റ്റ് ലൈക്ക് എ പവർഫുൾ ഫ്രഷ് കറന്റ് ഓഫ് എയർ ദാറ്റ് സ്ട്രെച്ചസ് അവർസെൽസ് ആൻഡ് ടേക്ക് എ ബ്രീത്ത്. ഗാന്ധിയുടെ അറൈവിൽ ഒരു ഫ്രഷ് എയറിന്റെ ഒരു ഫ്ലോ പോലെ ആയിട്ടുണ്ടായിരുന്നു. ജനങ്ങൾക്കൊരു ഉന്മേഷം, റിഫ്രഷ്നെസ് കിട്ടി. അവരെല്ലാവരും ഒന്ന് സ്ട്രെച്ചസ് ആയി, അവർക്ക് ഡീപ്പ് ബ്രീത്ത് എടുത്തു. ഗാന്ധി എന്ന് പറയുന്നത് ബീം ഓഫ് ലൈറ്റ് ആയിരുന്നു. എന്ത് ഡാർക്ക്നെസ് പിയേഴ്സ് ചെയ്യുന്ന, ഇരുട്ടിനെ തുളച്ചു മാറ്റുന്ന, തുടച്ചു നീക്കുന്ന, വാഷ് ഔട്ട് ചെയ്യുന്ന, വൈപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു ബീം ഓഫ് ലൈറ്റ് ആയിരുന്നു. ഹി വാസ് ജസ്റ്റ് ലൈക്ക് ദ whirlwind. ഒരു whirlwind ആയിരുന്നു. The wind shake down many things, it upset many things, but it will influence mostly in the working class people, especially Gandhian ideas. Gandhi removed the scales from the people's mind, in their minds.
ജനങ്ങളുടെ ഉള്ളിൽ വിഭാഗീയത ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണൽ ആയിട്ടുള്ള വിഭാഗീയതയായിരുന്നു. അല്ലെങ്കിൽ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ട്, എക്കണോമിക്കലായിട്ട്, സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഡിവിഷൻ ഉണ്ടായിരുന്നു സൊസൈറ്റി. ഡിവിഷൻ ഉള്ള സൊസൈറ്റിക്ക് ഒരിക്കലും ഒരു ഗോളിലേക്ക് എത്താൻ കഴിയില്ല. എസ്പെഷ്യലി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഗോളിലേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ ജനങ്ങളുടെ മൈൻഡിലുള്ള ആ ഡിവിഷനെ ആദ്യം റിമൂവ് ചെയ്യേണ്ടതാണ്. അതാണ് ഗാന്ധി ചെയ്തത്. അതാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. ആ സ്കെയിലുകളെ, ആ അളവ് കോലുകളെ റിമൂവ് ചെയ്തു. എന്നിട്ട് ജനക്കൂട്ടത്തെ ജാതി, മത, നിറ, സാമ്പത്തിക ഭേദമന്യേ ജനങ്ങളെ എന്ത് ചെയ്തു? ഏകീകരിപ്പിച്ചു. അങ്ങനെ ഐക്യത്തോടു കൂടിയ ഒറ്റക്കെട്ടായി ജനങ്ങൾ എന്ത് ചെയ്യണം? മുന്നിൽ നിന്ന് പ്രവർത്തിക്കണം. അതിനാണ് ഗാന്ധി ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഹി റിമൂവ് ദ സ്കെയിൽ ഫ്രം ദ റൈസ് എന്ന് നെഹ്റു അസസ്മെന്റ് നടത്തിയത്. ഗാന്ധി വാസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ പൊളിറ്റിക്കൽ ലീഡർ ഹു മേക്സ് സ്പീച്ചസ് ഫ്രം ദ സ്റ്റേജ്. ഇൻസ്റ്റെഡ് ഹി എമേർജസ് ദ ഹേർട്ട് ഓഫ് മില്യൺസ് ഓഫ് ഇന്ത്യൻ. സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയല്ലായിരുന്നു ഗാന്ധി. ജനങ്ങളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഒരു കാറ്റ് പോലെ ഇറങ്ങിച്ചെല്ലുകയും അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹി സ്പീക്സ് ദെയർ ഓൺ ലാംഗ്വേജ്. ജനങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അവരുടെ ഭാഷ സംസാരിച്ചുകൊണ്ട്, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു ഗാന്ധി.